എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. +2 ഹിന്ദി പാഠപുസ്തകത്തിലെ ആദ്യത്തെ പാഠമായ മാതൃഭൂമി എന്ന കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ കവിത എഴുതിയത് മൈഥിലി ചരൺ ഗുപ്താണ്. ആരാണ് മാതൃഭൂമി എന്ന കവിത എഴുതിയത്? മാതൃഭൂമി കവിത കെ രചയിത കോൻ ഹെ? മൈഥിലി ചരൺ ഗുപ്ത്. കവിതയിലേക്ക് കടക്കും മുമ്പ് നമുക്ക് ഈ കവിയെ പറ്റിയും അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തെ പറ്റിയുമൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കുക. ഹിന്ദി സാഹിത്യത്തെ 4 കാലഘട്ടങ്ങളായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ആദികാൽ, ഭക്തികാൽ, രീതികാൽ, ആധുനികാൽ. ഇതിൽ ആധുനികാലിനെ പറ്റി നമ്മൾ അറിയണം. ആധുനികാൽ എന്നാൽ എന്താണ് അർത്ഥം? ആധുനിക യുഗം. അതായത് 1900 മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടമാണ് ആധുനികാൽ അല്ലെങ്കിൽ ആധുനിക യുഗം എന്ന് അറിയപ്പെടുന്നത്. ഈ ആധുനികാലിനെ വീണ്ടും ഭാരതേന്ദു യുഗ്, ദ്വിവേദി യുഗ്, ഛായാവാദ്, അങ്ങനെ പല ഡിവിഷൻസ് അതിൽ വരുന്നുണ്ട്. നമുക്കിതിൽ ഭാരതേന്ദു യുഗിന് ശേഷം വരുന്ന ദ്വിവേദി യുഗിനെ പറ്റിയാണ് പഠിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിന് ദ്വിവേദി യുഗ് എന്ന് പേര് വന്നത്? അന്നത്തെ പ്രശസ്തനായ എഴുത്തുകാരനായിരുന്നു മഹാവീർ പ്രസാദ് ദ്വിവേദി. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ കാലഘട്ടം അറിയപ്പെട്ടത്. ഈ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു മൈഥിലി ചരൺ ഗുപ്തും ജീവിച്ചിരുന്നത്. ഇനി നമുക്ക് ഈ കാലഘട്ടത്തിലെ കവിതകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. द्विवेदी युगीन कविता की प्रवृत्तियों पर चर्चा करके कविता की आस्वादन टिप्पणी लिखें. ദ്വിവേദി യുഗത്തിലെ കവിതയുടെ പ്രവണതകൾ ചർച്ച ചെയ്തുകൊണ്ട് കവിതയുടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ഈ ക്വസ്റ്റ്യൻ ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, അതുകൊണ്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആൻസർ നോക്കൂ. ദ്വിവേദി യുഗീന കവിത കി പ്രവൃത്തിയാം നിമ്നലിഖിത ഹെ. ദ്വിവേദി യുഗത്തിലെ കവിതയുടെ പ്രവണതകൾ താഴെ പറയുന്നവയാണ്. इस युग का आरंभ 1903 से माना जाता है. ഈ യുഗം ആരംഭിച്ചത് 1903 മുതലാണ്. इस काल में हिंदी गद्य और पद्य साहित्य की दिशा में विशेष परिवर्तन आया. പരിവർത്തൻ എന്ന് പറഞ്ഞാൽ ചേഞ്ചസ്. ഗദ്യവും പദ്യവും ഒക്കെ എഴുതുന്ന രീതിയിൽ ഒരുപാട് ചേഞ്ചസ് വന്നു. അതുവരെ എഴുതിയിരുന്നത് പോലെ ആയിരുന്നില്ല ഈ ദ്വിവേദി യുഗത്തിൽ എഴുതിയിരുന്നത്. അടുത്ത മൂന്നാമത്തെ പോയിന്റ്, द्विवेदी युगीन कविता की सबसे बड़ी विशेषता ഇതിവൃത്താത്മകത ഹെ. ചരിത്രാഖ്യാനപരമായ കവിതകളായിരുന്നു ദ്വിവേദി യുഗത്തിൽ എഴുതിയിരുന്നത്. इस युग की कविताओं की विशेषता एक और अतीत का गौरव है. അതീത് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് എന്നാണ്. ഗൗരവ് എന്ന് പറഞ്ഞാൽ മഹത്വം. ദൂസരി ഓർ സുന്ദർ ഭവിഷ്യ കി കാമന ഹെ. അതായത് കഴിഞ്ഞുപോയ കാലത്തിൻ്റെ മഹത്വവും സുന്ദരമായ ഒരു ഫ്യൂച്ചർ ഉണ്ടാവുക എന്ന പ്രതീക്ഷയുമാണ് കവിതയിലുടനീളം കാണപ്പെട്ടത്. ദ്വിവേദി യുഗീന കവിതാമേ ശൃംഗാരവർണ്ണൻ പൂരി തരഹ്സെ ബഹിഷ്കാർ കർ ദിയ. ശൃംഗാരവർണ്ണൻ കവിതകളിലൊന്നും തീരെ ഉണ്ടായിരുന്നില്ല. പകരം എന്തായിരുന്നു കവിതകളിൽ? ദേശഭക്തി. ദ്വിവേദി യുഗീന കവിതാക്കി പ്രമുഖ പ്രവൃത്തി ഹേ. ദേശഭക്തിയായിരുന്നു കവിതകളിൽ ഉടനീളം ഉണ്ടായിരുന്നത്. കവിതാക്കി ഭാഷാമേ ഭാരി ആന്തോളൻ ഹുവ. വിപ്ലവകരമായ ഭാഷയായിരുന്നു കവിതകളിൽ ഉപയോഗിച്ചിരുന്നത്. ഖടി ബോലി കോ പൂർണ്ണ രൂപ് സെ സാഹിത്യ ഭാഷ ബനാലിയ. ദ്വിവേദി യുഗത്തിൽ സാഹിത്യ ഭാഷയായിട്ട് ഖടി ബോലി എന്ന ഭാഷയാണ് ഉപയോഗിച്ചിരുന്നത്. എന്താണ് ഈ ഖടി ബോലി എന്ന് പറഞ്ഞാൽ? ഹിന്ദി ഭാഷയുടെ പരിഷ്കൃത രൂപമാണ് ഖടി ബോലി. ദ്വിവേദി യുഗത്തിന് തൊട്ടു മുൻപ് വരെ ബ്രജഭാഷയിലായിരുന്നു കവിതകളും ഒക്കെ എഴുതിയിരുന്നത്. ഇതിനകത്ത് ഈ ബ്രജഭാഷയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഭാഴ്സി, അറബി, ഗുജറാത്തി, പഞ്ചാബി തുടങ്ങിയ ബോൽചാലിക്കി ഭാഷക പ്രയോഗ കർത്തേതെ. അതായത് ഈ സംസാര ഭാഷ രചനകൾക്ക് ഉപയോഗിച്ചിരുന്നു. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഖടി ബോലി എന്ന ശുദ്ധമായ ഭാഷയാണ് ദ്വിവേദി യുഗത്തിൽ ഉപയോഗിച്ചിരുന്നത്. 10ാമത്തെ പോയിന്റ് നോക്കിയേ. ഇസ് യുഗ് കി കവിതാമേ രാജനീതിക് ചേതന കാ ഗഹര പ്രഭാവ് ഹെ. അതായത് രാഷ്ട്രത്തെപ്പറ്റി ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നതായിരുന്നു കവിതകളുടെ ഉദ്ദേശ്യം.
കവിത സ്വതന്ത്രതാ ആന്തോളൻ സെ സംബന്ധിച്ച് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട കവിതകളായിരുന്നു ദ്വിവേദി യുഗത്തിൽ എഴുതിയിരുന്നത്. അടുത്ത 11ാമത്തെ പോയിന്റ് നോക്കൂ. ഇസ് യുഗ കെ പ്രവർത്തക് ആചാര്യ മഹാവീർ പ്രസാദ് ദ്വിവേദി थे. ഈ യുഗത്തിലെ പ്രവർത്തക്, അതായത് ഒറിജിനേറ്റർ അല്ലെങ്കിൽ പ്രൊമോട്ടർ എന്ന് പറയാം, അത് മഹാവീർ പ്രസാദ് ദ്വിവേദി ആയിരുന്നു. ഇസി കാരണം ഇസ് കാൽ കോ ദ്വിവേദി യുഗ് कहते हैं. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തെ ദ്വിവേദി യുഗ് എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പം നമ്മൾ ഇതുവരെ എന്തൊക്കെയാണ് പഠിച്ചത്? ദ്വിവേദി യുഗത്തിലെ കവിതകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ ദ്വിവേദി യുഗത്തിലെ പ്രശസ്തനായ കവിയായിരുന്നു മൈഥിലി ശരൺ ഗുപ്ത്. അദ്ദേഹമാണ് മാതൃഭൂമി എന്ന കവിത രചിച്ചത്. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഇനി കവിത നോക്കൂ. മാതൃഭൂമി എന്ന ഈ കവിതയിൽ മൈഥിലി ശരൺ ഗുപ്ത് മാതൃഭൂമിയുടെ ഗുണങ്ങളെ പറ്റിയാണ് വർണ്ണിച്ചിരിക്കുന്നത്. ആദ്യത്തെ 4 ലൈൻസ് ഞാൻ വായിക്കാം, പിന്നീട് അർത്ഥം പറഞ്ഞുതരാം. നീലാംബർ പരിധാൻ ഹരിത തട്ട് പർ സുന്ദർ ഹേ. ആ തട്ട് എന്നതിനെ നിങ്ങൾ പട്ട് എന്നാക്കുക. നീലാംബർ പരിധാൻ ഹരിത പട്ട് പർ സുന്ദർ ഹേ. സൂര്യചന്ദ്ര യുഗമുഖ് മേഖല രത്നാകർ ഹേ. നദിയാം പ്രേം പ്രവാഹ് ഭൂൽത്താരെ മണ്ഡൻ ഹേ. ബന്ദീജൻ ഖഗവൃന്ദ് ശേഷ്വൻ സിംഹാസൻ ഹേ. നീലാംബർ പരിധാൻ, നീല നിറത്തിലുള്ള, പരിധാൻ മീൻസ് മേൽവസ്ത്രം, ഹരിത പട്ട് പച്ചപ്പാകുന്ന വസ്ത്രം, സുന്ദർ ഹേ. കവി മാതൃഭൂമിയോട് പറയുകയാണ്, അല്ലയോ മാതൃഭൂമി, നിങ്ങളുടെ പച്ച വസ്ത്രത്തിന് മുകളിൽ നീലാകാശമാകുന്ന മേൽവസ്ത്രം വളരെ സുന്ദരമായി തോന്നുന്നു. സെക്കൻഡ് ലൈൻ. സൂര്യചന്ദ്ര യുഗ്. സൂര്യചന്ദ്രന്മാരുടെ ആ ഒരു പെയർ, മുക്കുട്, കിരീടമാണ്. സൂര്യചന്ദ്രന്മാർ മാതൃഭൂമിയുടെ കിരീടം പോലെയാണ്. മേഖല രത്നാകർ ഹേ. രത്നാകർ എന്ന് പറഞ്ഞാൽ സമുദ്രം. സമുദ്രം അരഞ്ഞാണം പോലെയാണ്, മാതൃഭൂമിയുടെ അരഞ്ഞാണം പോലെയാണ്. നദിയാം പ്രേം പ്രവാഹ്. നദികളിലെല്ലാം പ്രേമത്തിൻ്റെ ഒഴുക്കാണ്. ഭൂൽ താരെ. ഇവിടെയുള്ള പൂക്കളും താരെ നക്ഷത്രങ്ങളും മാതൃഭൂമിയുടെ മണ്ഡൻ മീൻസ് അലങ്കാരം അല്ലെങ്കിൽ ജുവലറിയാണ്. ഭൂൽ താരെ മണ്ഡൻ ഹേ. പൂക്കളും താരകങ്ങളും ജുവലറിയാണ്. ബന്ദീജന് ഖഗവൃന്ദ്. ഖഗവൃന്ദ് എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ കൂട്ടം, സ്തുതിപാഠകരാണ്. ബന്ദീജൻ സ്തുതിപാഠകർ, പക്ഷികളുടെ കൂട്ടം സ്തുതിപാഠകരാണ്. ശേഷ്വൺ സിംഹാസൻ ഹേ. ശേഷനാഗത്തിൻ്റെ ഭണം, അനന്തനാഗത്തിൻ്റെ ഭണം മാതൃഭൂമിയുടെ സിംഹാസനമാണ്. ശേഷനാഗം എന്നാൽ 1000 പത്തികളുള്ള സർപ്പം എന്നാണ് അർത്ഥം. ആ 1000 പത്തിയുള്ള സർപ്പത്തിൻ്റെ പേരാണ് അനന്തൻ. നാഗങ്ങളുടെ രാജാവാണ് അനന്തൻ. പ്രപഞ്ച സൃഷ്ടാവായ ഭഗവാൻ വിഷ്ണു ഉറങ്ങുന്നത് ഈ സർപ്പത്തിൻ്റെ, അതായത് അനന്തൻ്റെ പത്തികളിലാണ് എന്ന് ഹിന്ദു പുരാണങ്ങളിൽ പറയപ്പെടുന്നു. മീൻസ് അനന്തൻ്റെ പത്തികളിലാണ് ഈ പ്രപഞ്ചം സ്ഥിതി ചെയ്യുന്നത്, അതായത് ഈ ഭൂമി സ്ഥിതി ചെയ്യുന്നത് അനന്തൻ്റെ പത്തികളിലാണ്. നെക്സ്റ്റ് 4 ലൈൻസ് നോക്കൂ. करते अभिषेक पयोद है बलिहारी इस वेश की. हे मातृभूमि तो सत्य ही सगुण मूर्ति सर्वेश की. जिसके रज में लोट लोट कर बढ़े हुए हैं, घुटनों के बल सरक सरक कर खड़े हुए हैं. ഇതിൻ്റെ അർത്ഥം നോക്കാം. അഭിഷേക് എന്നാൽ എന്താണ്? അഭിഷേകം ചെയ്യുക. പയോദ് മീൻസ് മേഘങ്ങൾ. ബലിഹാരി സമർപ്പണം ചെയ്യുക. കർത്തെ അഭിഷേക് പയോദ് ഹേ. പയോദ് മേഘങ്ങൾ, മേഘങ്ങൾ അഭിഷേകം ചെയ്യുന്നു. നമ്മൾ ക്ഷേത്രങ്ങളിൽ പാലുകൊണ്ടും മഞ്ഞൾ കൊണ്ടും നെയ്യ് കൊണ്ടും ഒക്കെ അഭിഷേകം ചെയ്യാറുണ്ട്. അതുപോലെ ഇവിടെ മേഘങ്ങൾ ജലം കൊണ്ട് മാതൃഭൂമിയെ അഭിഷേകം ചെയ്യുന്നു. ബലിഹാരി ഈ വേഷിക്ക്. കവി പറയുകയാണ്, അല്ലയോ മാതൃഭൂമി, അവിടുത്തെ ഈ വേഷത്തിന് മുന്നിൽ ഞങ്ങൾ ആത്മസമർപ്പണം ചെയ്യുന്നു. ബലിഹാരി എന്ന് പറഞ്ഞാൽ ആത്മസമർപ്പണം ചെയ്യുക. ഹേ മാതൃഭൂമി തു സത്യഹി, നീ സത്യമാണ്. സഗുണമൂർത്തി സർവേഷ്കി, സത്യമായിട്ടും ഈശ്വരൻ്റെ സഗുണ രൂപം തന്നെയാണ്. സഗുണമൂർത്തി എന്ന് പറഞ്ഞാൽ സഗുണ രൂപം. സർവേശ് ഈശ്വരൻ, ഈശ്വരൻ്റെ സഗുണ രൂപം തന്നെയാണ് നീ. ജിസ്കെ രജ്മേം ലോട്ട് ലോട്ട് കർ ബഡേ ഹുയേ ഹേ.
മാതൃഭൂമിയോട് പറയുകയാണ്, രജ് എന്ന് പറഞ്ഞാൽ പൊടി, ആ പൊടിയിൽ മാതൃഭൂമിയിലെ മണ്ണിൽ കിടന്ന് അല്ലെങ്കിൽ പൊടിയിൽ കിടന്ന് ലോട്ട് കർ ഉരുണ്ടുരുണ്ടാണ് ഞങ്ങൾ വലുതായത്. ഖുഡനോങ്കെ ബൽ, ഖുഡൻ എന്ന് പറഞ്ഞാൽ കാൽമുട്ട്, കാൽമുട്ടിൻ്റെ ബലത്തിൽ സരക്ക് കർ എഴഞ്ഞെഴഞ്ഞാണ് ഖടേ ഹുയേഹെ എണീറ്റ് നിൽക്കാൻ. നെക്സ്റ്റ് 4 ലൈൻസ് നോക്കൂ. परमहंस सम बाल्यकाल में सब सुख पाए, जिसके कारण धूल भरे हीरे कहलाए. हम खेले कूदे हर्षयुक्त, जिसकी प्यारी गोद में. हे मातृभूमि तुझको निरख, मग्नि क्यों न हो गोद में. അർത്ഥം നോക്കാം. പരമഹംസ് ഈശ്വരതുല്യമായ ബാല്യകാലത്തിൽ സബ് സുഖ് പായേ, എല്ലാ സുഖങ്ങളും നേടിയിട്ടുണ്ട്. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ പീരീഡാണ് ബാല്യകാലം. ആ ബാല്യകാലത്തിൽ എല്ലാ സുഖങ്ങളും ഞങ്ങൾ അനുഭവിച്ചു. ജിസ്കെ കാരൺ, അതുകൊണ്ട് തന്നെ ധൂല് വരെ ഹീരെ, ഹീര എന്ന് പറഞ്ഞാൽ ഡയമണ്ട്, ധൂൽ എന്ന് പറഞ്ഞാൽ പൊടി, പൊടി പിടിച്ച ഡയമണ്ട്, പൊടി പിടിച്ച രത്നം എന്ന് വിളിക്കപ്പെട്ടു. ഹം ഖേലെ കൂതേ, ഞങ്ങൾ കളിച്ചു വളർന്നു. ഹർഷയുക്ത്, വളരെ സന്തോഷത്തോടെ. ജിസ്കി പ്യാരി ഗോതുമേ, ആ മടിത്തട്ടിൽ, മാതൃഭൂമിയുടെ മടിത്തട്ടിൽ, ഗോത് എന്ന് പറഞ്ഞാൽ മടിത്തട്ടിൽ, മാതൃഭൂമിയുടെ മടിത്തട്ടിൽ കിടന്ന് ഞങ്ങൾ ഒരുപാട് സന്തോഷത്തോടെ കളിച്ചിരുന്നു. ഹേ മാതൃഭൂമി, അല്ലയോ മാതൃഭൂമി, തുച്ഛക്കോ നിരഖ്, നിരഖന എന്ന് പറഞ്ഞാൽ നോക്കുക എന്നാണ്, അല്ലെങ്കിൽ ദർശനം. നിന്നെ കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സ് സന്തോഷത്താൽ എങ്ങനെ ഹർഷപുളകിതമാകാതിരിക്കും. മഗ്നി ക്യോം ന ഹോ മോതുമേം, മോത് സന്തോഷം, സന്തോഷത്താൽ എങ്ങനെ ഞങ്ങളുടെ മനസ്സ് ഹർഷപുളകിതം ആകാതിരിക്കും. അതായത് മാതൃഭൂമിയുടെ ദർശനം എല്ലാവർക്കും സന്തോഷം നൽകുന്ന അനുഭവമാണ്. പാക്കർ തുझसे सभी सुखों को हमने भोगा, तेरा प्रत्युपकार कभी क्या हमसे होगा. तेरी ही एक देह तुझी से बनी हुई है, बस तेरे ही सुरसार से सनी हुई है. അർത്ഥം നോക്കാം. പാക്കർ തുझसे സബി സുഖവും, സബി സുഖവും എല്ലാ സുഖങ്ങളും, ഹംനെ ഭോഗ ഞങ്ങൾ അനുഭവിച്ചു. അതായത് നിന്റെ കൃപ കൊണ്ട് എല്ലാ സുഖങ്ങളും ഞങ്ങൾ അനുഭവിച്ചു. തേര പ്രത്യുപകാർ, പ്രത്യുപകാർ എന്ന് പറഞ്ഞാൽ പ്രത്യുപകാരം, നമുക്കൊരു ഉപകാരം ചെയ്തതിന് പകരം എന്തെങ്കിലും ഒരു ഉപകാരം തിരിച്ചു കൊടുക്കുക. തേര പ്രത്യുപകാർ കബീക്ക ഹംസേ ഹോഗ, ഹംസേ ഹോഗ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് പറ്റുമോ, നീ ചെയ്തു തന്ന ഉപകാരങ്ങൾക്കെല്ലാം പകരം ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് പറ്റുമോ എന്ന് കവി ചോദിക്കുന്നു. തേരി ഹി യഹ് ദേഹ്, ദേഹ് എന്ന് പറഞ്ഞാൽ ശരീരം, ഈ ശരീരം തന്നെ തുചീസെ ബനീഹുയിഹേം നിന്നാൽ നിർമ്മിക്കപ്പെട്ടതാണ്, ഞങ്ങളുടെ ഈ ശരീരം തന്നെ നിന്നാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ബസ് തേരെ ഹി സുരസുസാർ സെ സനി ഹുയിഹെ എന്ന് പറഞ്ഞാൽ, സുരസുസാർ എന്നാൽ രസം നിറഞ്ഞ, ഇവിടെ രസം എന്ന് ഉദ്ദേശിക്കുന്നത് പഞ്ചഭൂതങ്ങളെയാണ്. എന്തൊക്കെയാണ് പഞ്ചഭൂതങ്ങൾ? ഭൂമി, അഗ്നി, ജലം, വായു, ആകാശം. കവി പറയുകയാണ്, എൻ്റെ ഈ ശരീരം പഞ്ചഭൂതങ്ങളാൽ ചേർന്നതാണ്. സനീഹുയി എന്ന് പറഞ്ഞാൽ ചേർന്നതാണ്, പഞ്ചഭൂതങ്ങളാൽ നിറഞ്ഞതാണ്, അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ് എൻ്റെ ഈ ശരീരം. ഇനി നമുക്ക് അവസാനത്തെ 2 ലൈൻസ് കൂടി നോക്കാം. फिर अंत समय तू ही इसे अचल देख अपनाएगी, हे मातृभूमि यह अंत में तुझ में ही मिल जाएगी. കവി പറയുകയാണ്, ഫിർ അന്ത് സമയം, അവസാന സമയം, തൂഹി ഇസേ ഈ ശരീരത്തെ നീ തന്നെ, അചൽ ദേക്ക്, അചൽ എന്ന് പറഞ്ഞാൽ ചലിക്കാതെ ഇരിക്കുമ്പോൾ, അതായത് നമുക്ക് മരണം സംഭവിക്കുമ്പോൾ, അപ്പിനായകി നീ തന്നെ എൻ്റെ ശരീരം സ്വന്തമാക്കും. ഹേ മാതൃഭൂമി, അല്ലയോ മാതൃഭൂമി, യഹ് അന്തുമേം തുച്ഛമേം ഹി മിൽ ജായകി എൻ്റെ ഈ ശരീരം അവസാനം നിന്നിലേക്ക് തന്നെ ചേരും. പറഞ്ഞതിൻ്റെ സാരം ഇതാണ്. പഞ്ചഭൂത നിർമ്മിതമായ നമ്മുടെ ശരീരം മരണശേഷം മണ്ണിലേക്ക് തന്നെ, മാതൃഭൂമിയിലേക്ക് തന്നെ ലയിച്ചു ചേരുന്നു. കവി ഈ കവിതയിൽ ഭാരതവാസികളുടെ ദേശസ്നേഹത്തെ പറ്റിയാണ് വർണ്ണിച്ചിരിക്കുന്നത്. മാതൃഭൂമിയുടെ ഗുണങ്ങളെപ്പറ്റി വാഴ്ത്തിപ്പാടുന്നതിനോടൊപ്പം മാതൃഭൂമിക്ക് വേണ്ടി സർവവും സമർപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുകൂടി കവി ആഹ്വാനം ചെയ്യുന്നു.